നമസ്കാരം ചേട്ടാ. നമ്മുടെ കേരളത്തിലെ സകലമാന യാത്രകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര, പിന്നെ ഇനിയിപ്പോൾ CPM-കാരുടെ യാത്ര, CPI-യുടെ യാത്ര, കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ യാത്ര എന്ന് വേണ്ട യാത്രകളുടെ വിപുലമായ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ നടത്തിയ യാത്രകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായും പരിശോധിക്കപ്പെടണം. എന്താല്ലേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വ്യവസായികളെ ഊറ്റിപ്പിഴിഞ്ഞ് ആ പണം കൊണ്ട് യാത്ര നടത്തി അവസാനം അവരെന്തെങ്കിലും വിഷയങ്ങളുമായി മുമ്പോട്ട് വന്നാൽ അവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ച് നാട് കടത്തി വിടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വരാത്തിടത്തോളം കാലം ഈ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം ഈ കേരളത്തിന് എന്ത് മെച്ചമാണ്, എന്ത് നേട്ടമാണ് ഇവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓരോ തവണ വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കും. അധികാരം കിട്ടുന്നതിന് വേണ്ടി മത തീവ്രവാദ സംഘടനകളുടെ, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘടനകളുടെ വോട്ടുകൾ വാങ്ങി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം എന്ന് മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ. അധികാരത്തിലെത്തിയാലോ പിന്നെ നടക്കുന്ന കഥ വേറെ. നമ്മളോട് പറഞ്ഞതോ നമ്മളോട് വാഗ്ദാനങ്ങൾ തന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ ഇവർ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ചെന്ന് കാലേ തൊഴുതിട്ട് പറയണം, ഒന്ന് ശരിയാക്കി തരൂ സാറേ, ഒന്ന് ശരിയാക്കി തരൂ സാറേ എന്ന് പറയണം. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് നിർത്തിയിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വോട്ട് ചോദിക്കാൻ വരുന്നത്. അതിന് നമ്മൾ ചട്ടുകമായി നിന്നു കൊടുക്കുകയാണ്. ഈ അവസ്ഥ എന്ന് മാറുന്നോ അന്ന് മാത്രമേ ഈ കേരളത്തിനൊരു ശാപമോക്ഷം കിട്ടൂ. ഇന്ന് അച്ഛൻ നാളെ മോൻ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നു, നാളെ കോൺഗ്രസ് ഭരിക്കുന്നു, നാളെ കോൺഗ്രസ് ഭരിക്കുന്നു, അടുത്ത പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നു. അതുകൊണ്ടാണ് ആ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ BJP-യിലുള്ള ഒരു നേതാവുണ്ടല്ലോ, കുമ്മനം രാജശേഖരൻ ചേട്ടൻ. അദ്ദേഹം ഈ മോദിയെ പോലെയൊക്കെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി പോലും രാജിവെച്ച് ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല മാന്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു വ്യക്തിത്വം പറഞ്ഞത് എന്താണെന്നറിയാമോ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഫലത്തിൽ അവരുടെ രണ്ടിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ്. അധികാരമോഹം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കൂട്ടുപിടിക്കും. രാജ്യദ്രോഹികളുടെ കൂട്ടുപിടിക്കും, മതതീവ്രവാദികളുടെ കൂട്ടുപിടിക്കും, മതരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നവരുടെ കൂട്ടുപിടിക്കും. ഇത് കേരളത്തിലെ ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ ഒരു ശാപമോക്ഷം കേരളത്തിന് കിട്ടുകയുള്ളൂ. ഇല്ലായെങ്കിൽ കടമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ കൂട്ടിയ വെള്ളക്കരം, വൈദ്യുതി, അതുപോലെ അനുബന്ധമായി എന്തൊക്കെ ചാർജുകൾ ഇവർ കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ കുറയ്ക്കുമെന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പറയില്ല. അവർക്കതിന് കഴിയില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? എന്നാൽ വാങ്ങുന്ന പൈസയ്ക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞോ? നമ്മുടെ കയ്യിൽ നിന്ന് ഈ കൂട്ടിയ ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണ്ടേ? ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നിലവിലുള്ള റോഡുകൾ കുത്തിക്കുഴിച്ച് അതിനൊന്ന് നേരെയാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഹൈമാസ്ക് ലൈറ്റ് കൊണ്ടുവച്ചിട്ട് പറയും, ഇത് മറ്റേ MLA സ്ഥാപിച്ചത് അല്ലെങ്കിൽ MP സ്ഥാപിച്ചത്. ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. 40 ലക്ഷം രൂപയ്ക്ക് ബസ് സ്റ്റോപ്പ് പണിയുന്ന ടീമുകളാണ് ഇവിടെ ഉള്ളത്. 40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി 1500 സ്ക്വയർ ഫീറ്റ് വീട്, 2 നില വീട് വെക്കാം.
അല്ലേ? ഇതൊക്കെ ഏത് സാധാരണക്കാരനാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പം ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഇടത് വലത് രാഷ്ട്രീയ കുബുദ്ധികളെ തിരിച്ചറിയുക. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാറണം, മാറി ചിന്തിക്കുക തന്നെ വേണം.